തീർച്ചയായിട്ടും എത്ര ലക്ഷം ആൾക്കാരാണ്, എത്ര മില്യൺസാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുണ്ടാകില്ല. ഇപ്പം ഞാൻ ഉണ്ടാകത്തില്ല, അങ്ങനെ യൂസ് പോലെ ഉണ്ടാകത്തില്ല, പലരും കാണത്തില്ല. ഈ പൈസ ഉള്ള ഒരാളെ ഒരു മനുഷ്യൻ കേരളത്തിൽ വലിയ പ്രയാസമാണ്. അതെന്തുകൊണ്ടായിരിക്കും സാർ? അതൊക്കെ ജലസി എന്ന് പറയും. എനിക്കുണ്ടായില്ല, അവനെങ്ങനെ ഉണ്ടായി, അല്ല മറ്റൊന്നും കാര്യമില്ല. അല്ല അങ്ങനല്ലേ തോന്നുന്നത്, എനിക്കുണ്ടാകാൻ പറ്റില്ല അവനുണ്ടായി എന്ന് പറയും. അല്ലെങ്കിൽ പറയാൻ കള്ളക്കടത്താണ് കഴിഞ്ഞാൽ അങ്ങനെ പല സ്റ്റോറീസും പറയും. അത് നമ്മൾ ഈ ചാരിറ്റി ആയിട്ട് പോവുക, ലാഭത്തിന് വരില്ല. ഉപാസന അത് ലാഭത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പൈസ ഓരോ വർഷവും 10-50 കോടി രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ കേരളത്തിലേക്ക് വന്ന് നേരത്തെ പറഞ്ഞു, താങ്കൾ കൂടുതലായിട്ട് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലാണ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും വയബിൾ ആയിട്ടുള്ള ബിസിനസ് എന്താണ്, ഇൻഡസ്ട്രി ഏതാണ്? ഇപ്പോൾ തൽക്കാലം ഇൻഡസ്ട്രി ഹോസ്പിറ്റാലിറ്റി എന്ന് പറയത്തുള്ളൂ. ഇൻഡസ്ട്രി എന്ന് പറയാൻ ഇപ്പോൾ തൽക്കാലം ഹോസ്പിറ്റാലിറ്റി മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ കേരളത്തിൽ ഭൂമി ലഭ്യത വളരെ കുറവ്, മാൻപവർ എംപ്ലോയീസ് വളരെ കുറവ്. മാൻപവർ കുറവാണ്. അതെ, അതെങ്ങനെയാണ്? ഇതിന് വർക്ക് ചെയ്യുന്ന മാൻപവർ വളരെ കുറവില്ലേ, ടെക്നിക്കൽ വളരെ കുറവ്. ഇപ്പം നമ്മൾ ഈ ഇന്ത്യയിൽ ഇപ്പം മൊത്തം കേരളത്തിൽ മൊത്തം UP ബീഹാർ ഒക്കെ അല്ലേ ഉള്ളൂ, കേരളക്കാരത്തിലുണ്ട്. ഞാൻ അത് തന്നെ ചോദിക്കാൻ വന്നത്. കഴിഞ്ഞ വർഷം ഒരു ഇൻ്റർവ്യൂവിൽ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UPയും ബീഹാറും ഒക്കെ വളരുന്ന രീതി നമ്മൾ നോക്കണം, കേരളം കാണണം എന്ന് പറഞ്ഞു. എന്താണ് നമ്മുടെ നെക്സ്റ്റ് ഗ്രോത്ത്? എന്താണ് കേരളത്തിൻ്റെ അടുത്ത ഗ്രോത്ത് എങ്ങോട്ടാണ്, അല്ലെങ്കിൽ എന്താ വേണ്ടത് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ? ഇപ്പം ഇന്ന് കേരളത്തിൽ മാറ്റം ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പം ഗൾഫും കേരളവും വളരെ ഇപ്പം അവന് പഠിച്ച് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഗൾഫിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാവും, കേരളത്തിലും ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പം തന്നെ ഇത്രയും ഷോപ്പിംഗ് മാൾ ഒന്നല്ലേ നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ചതാണോ? ഇത്രയും ഹൈവേ ഉണ്ടായിട്ടില്ലേ, ഡിജിറ്റൽ മാറ്റം ഉണ്ടാവും. അല്ല, കേരളത്തിൽ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, താങ്കൾ ഈ പറഞ്ഞ പോലെ ലാൻഡ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും സ്കോപ്പുള്ള ബിസിനസ് ഏതാണ്? സാധ്യതകൾ ഏത് രംഗത്താണ്? ഒന്ന് ഫിഷറീസാണ് നമ്മുടെ നമ്പർ 1, വളരെ സാധ്യതയുള്ളത്. പിന്നെ മിനറൽസും നല്ല മാറ്റമുള്ള ഒരു ബിസിനസ്സാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹോപ്പുള്ളതാണ്. ഇഷ്ടംപോലെ മിനറൽസും ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും പ്രൈവറ്റ് ഇൻഡസ്ട്രിക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ KMRL മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? അല്ലാതെ ഇത് പണ്ട് ഞാൻ ശ്രമിച്ചതാണ്. പണ്ട് BVG സാറെന്ന് പറയാം, അതിനടുത്ത് ബന്ധു അങ്ങനെ അത് അന്ന് 5000 ഇന്ത്യൻ റയർക്ക് മാത്രമേ ഉള്ളൂ ലൈസൻസ് ഉള്ളത്. അവരോട്ട് കൊളാബറേഷൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അതൊക്കെ പോയി, അതെല്ലാം മണ്ണിടിച്ച് പോയി. മിനറൽസ് നല്ലതാണ്. പിന്നെ നമ്മുടെ വനമേഖലയിൽ ഈ കോഫിയും ടീയും അതാണ് നല്ലൊരു മാറ്റമുള്ളതാണ്. ടീയും കോഫിയും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നല്ലൊരു സ്ഥലം ആഫ്രിക്കയിലുണ്ട്, അത് ഇവിടെ കേരളത്തിലാണ്. അങ്ങനെ ആശുപത്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, അതെ, അത് നമ്മൾ ഈ ചാരിറ്റി ആയിട്ട് പോവുക, ലാഭത്തിന് വരില്ല. ഉപാസന അത് ലാഭത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പൈസ ഓരോ വർഷവും 10-50 കോടി രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക. വേറൊരു കാര്യം പറയുന്നത്, ഈ വെൽത്ത് ക്രിയേഷൻ പല രാജ്യത്തും പല കൾച്ചറിലും റെസ്പെക്റ്റഡ് ആണ്, ആക്സെപ്റ്റഡ് ആണ്. US-ലൊക്കെ എലൻ മസ്ക് ആണെങ്കിലും നമുക്ക് ഇന്ത്യയിലാണോ കേരളത്തിൽ ആ ഒരു കൾച്ചറുണ്ടോ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ? ഇവിടെ വെൽത്ത് ക്രിയേറ്റ് ആൾക്കാർക്ക് ഒരു എഗനിസ്റ്റാണ് വെൽത്ത് ഉണ്ടാക്കുന്ന ആൾക്കാരെ കേരളത്തിൽ. പക്ഷേ ഗൾഫിലൊക്കെ ആണെങ്കിൽ വെൽത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യും. ഈ പൈസ ഉള്ള ഒരാളെ ഒരു മനുഷ്യൻ കേരളത്തിൽ വലിയ പ്രയാസമാണ്. അതെന്തുകൊണ്ടായിരിക്കും സാർ? അതൊക്കെ ജലസി എന്ന് പറയും. എനിക്കുണ്ടായില്ല, അവനെങ്ങനെ ഉണ്ടായി, അല്ല മറ്റൊന്നും കാര്യമില്ല. അല്ല അങ്ങനല്ലേ തോന്നുന്നത്, എനിക്കുണ്ടാകാൻ പറ്റില്ല അവനുണ്ടായി എന്ന് പറയും. അല്ലെങ്കിൽ പറയാൻ കള്ളക്കടത്താണ് കഴിഞ്ഞാൽ അങ്ങനെ പല സ്റ്റോറീസും പറയും. പക്ഷെ മറ്റ് രാജ്യങ്ങളെല്ലാം വെളുത്തുള്ള ആൾക്കാരെ വളരെ ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യും, വെൽക്കം ചെയ്യും. വെളുത്തുള്ളവനെ ഉള്ളു വില. അല്ലെങ്കിൽ ട്രംപിനെ ആര് വില വെക്കും അല്ലേ? അതിന് മിലിറ്ററി ഉണ്ടായിട്ട് ആൾക്കാർ രാജ്യം ലോകരാജ്യങ്ങൾ വില വെക്കുന്നത്. മണിപ്പൂറാണ്. ഇത് കേരളത്തിൽ രാജേഷ് ചോദിച്ച പോലെ അത് കേരളത്തിൽ മാത്രമാണ് ഈ ഒരു അർഹിക്കുന്ന ബഹുമാനം കിട്ടാത്തത്? കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ബാക്കി സംസ്ഥാനങ്ങൾക്കില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ഈ ജലസി അല്ലാതെ ഇപ്പം പറയാൻ പറ്റില്ല, ഇത് പണ്ടേ തുടങ്ങി വന്നതാണ്. നമ്മുടെ കൾച്ചറാണ്. ഇത് ചിലപ്പോൾ പറയാറുണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ വൈശ്യ കമ്മ്യൂണിറ്റി ഇല്ലാത്തത്, ഒരു ബിസിനസ് പാരമ്പര്യം ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണ് കേരളം മാത്രമേ ഉള്ളൂ. അതായത് കോഴിക്കോട് മാറ്റി കൾച്ചർ മാറ്റുകയാണ്. ഏറ്റവും കൂടുതൽ NRIസും റിച്ചസ്റ്റ് ആൾക്കാരുള്ള ഞാൻ വിചാരിക്കുന്നത് കർണൂൽ തൊട്ടം അല്ല കോഴിക്കോട് തൊട്ടങ്ങോട്ടാണ് ഏറ്റവും റിച്ചസ്റ്റ് NRIയും പൈസയുള്ള ആൾക്കാർ. അവിടെ ഈ കുഴപ്പമില്ല.
അവിടെ ആ യൂണിറ്റ് വളരെ കൂടുതലുണ്ട്. തെക്കോട്ട് ആ യൂണിറ്റ് ഇല്ല. ഇതൊരു കമ്മ്യൂണിറ്റി റീസൺ കൊണ്ടാണോ അത്? അപ്പോൾ പക്ഷേ യൂണിറ്റ് ഉണ്ട് അവിടെ. ആ യൂണിറ്റ് ഈ എറണാകുളം കഴിഞ്ഞ തെക്കോട്ടില്ല. എറണാകുളം കഴിയണ്ടെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ സൗത്ത് കേരളയിൽ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. വളരെ കൊള്ളാം. ഈ ഏറ്റവും കൂടുതൽ വർഷം ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ്. പക്ഷേ മറ്റ് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജില്ല കാലിക്കറ്റും ഉണ്ട്. ഏറ്റവും കൂടുതൽ NRIസും അവരെ ജോലി ചെയ്യില്ല, എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, പൈസ അയക്കുന്നവരാണ്. അവരുടെ കളിച്ചവരുകൾ എല്ലാ ദിവസവും മിനിമം ഒരു 2000 ആൾക്കാരെങ്കിലും ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം ഒരാഘോഷമാണ്. എല്ലാം വിളിച്ച് ഒരു യൂണിറ്റ് സഹായിക്കുക, ഫുഡ് കൊടുക്കുക. നമ്മുടെ തെക്കോട്ടില്ല അത്. ശരി, പലപ്പോഴും പറയാറുണ്ട് ഗൾഫിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കേരളം ഉണ്ടാവില്ലായിരുന്നു എന്ന്. അതെ, അത് അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും. എത്ര ലക്ഷം ആൾക്കാരാണ്, എത്ര മില്യൺസാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകില്ല. ഇപ്പം ഞാൻ ഉണ്ടാകത്തില്ല, അങ്ങനെ യൂസുഫ് അലി ഉണ്ടാകത്തില്ല, പലരും കാണത്തില്ല. ഗൾഫ് ഉണ്ടാകുന്ന ഒരു ചാൻസ് ഉണ്ടായിട്ടുള്ള. അത് കണക്ട് ചെയ്തൊരു ചോദ്യം ചോദിക്കും സാർ. ഇപ്പോൾ ഓയിൽ ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്താണ് ഓക്കെ സാർ. ഡീറിസ്ക് ചെയ്തിട്ടില്ല, ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ല. ഇപ്പോഴും അതൊരു സൈക്ലിക്കൽ നേച്ചർ ഉണ്ട് ഓയിൽ ഇൻഡസ്ട്രിക്ക്. ഇപ്പോഴും NSH തന്നെയാണ് മെയിൻ കോർ. ഇത് വേറെ ഒന്നിലേക്കും തിരിയാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ അറിയാവുന്ന ബിസിനസ് ചെയ്യുക. നമ്മുടെ ഗുഡ് വില്ലുണ്ട്. ഈ ഓയിൽ ഫീൽഡിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്വാളിഫൈ ചെയ്യണം. വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് അതുകൊണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾ മൊണോപ്പൊളി കൊണ്ട് ചെയ്യുന്നുണ്ട്. സാറിന് ഡൈവേഴ്സിഫൈ ആയിരുന്നു, അല്ലെ യൂറോപ്പിൽ അസറ്റ്സ് വാങ്ങിക്കായിരുന്നു? അല്ല, അതൊക്കെ ഉണ്ട്. അസറ്റൊക്കെ ഉണ്ട്. അസറ്റ് അതുകൊണ്ട് ലണ്ടനിൽ പ്രോപ്പർട്ടി ഉണ്ട്, ഓഫീസ് ബിൽഡിംഗ് ഉണ്ട്, പിന്നെ ഓസ്ട്രേലിയയിലുണ്ട്. ഡൈവേഴ്സിഫൈ അത് അതുകൊണ്ടൊന്നും വരുമാനം ഉണ്ടാകില്ല. ഈ വരുമാനം നമ്മുടെ കോർ ബിസിനസ്സിന് മാത്രമേ ഉണ്ടാകുള്ളൂ. അത് നമ്മൾ ആദ്യം ചോദിച്ച പോലെ ഈ ആദ്യത്തെ പരാജയത്തിൽ നിന്നുണ്ടായ ഒരു പേടിയുണ്ട്, റിസ്ക് എടുക്കാനുള്ളൊരു മടി, അതിൽ നിന്നാണോ അത്? ഇപ്പം നമ്മൾ പ്രായം കൂടി കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് കൊച്ചാനില്ലേ എന്ന് പറഞ്ഞ് പക്ഷെ അന്ന് അത് അങ്ങനെ ആ ബിസിനസ് പൊളിഞ്ഞത് വളരെ സന്തോഷമാണ് ഇല്ലേ. അതുകൊണ്ടാണ് ഗൾഫിൽ പോകാൻ ബാധിച്ചത്. ഗൾഫിൽ എൻ്റെ ഒരു ഗോൾഡൻ ഭാഗ്യം എന്ന് വെച്ചത് ഗൾഫിൽ പോയതാണ്. കർഷക കുടുംബത്തിൽ നിന്നാണല്ലോ വരുന്നത്. അതെ. അപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ കൃഷിയിലേക്ക്, അതായത് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം. ഞങ്ങൾ 5-6 വയസ്സായപ്പം ഈ പശുക്കളുണ്ട്. ഞങ്ങൾ ജോലിക്കാർ കാണുമ്പോൾ ജോലിക്കാർ വീട്ടിലുള്ള പശു പിന്നെ പുല്ലുണ്ടല്ലോ, പുല്ല് പശുവിന് ഉണ്ടാക്കുക കണ്ട് പശുക്കളെ കുളിപ്പിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ പണിയും എല്ലാ കംപ്ലീറ്റ് പണി ഞാൻ ചെയ്തിട്ടുണ്ട്. അതാ ഈ പൂട്ടാൻ, ഈ കാളയുണ്ട്, കള വെച്ച് പൂട്ടുക. ഈ പണ്ട് ഈ കൊച്ചു തൂമ്പുണ്ട്, അത് വെച്ചാണ് വിത്തിടില്ല, കള പറയില്ല, എള്ളു അറിയാത്തൊരു പണിയില്ല. അതൊരു നല്ലൊരു അറിവാണ്. ഇപ്പം ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. കരുനാഗപ്പള്ളി ഒരു സ്ഥലത്ത് എത്ര സ്ഥലമാണ്, ഒരു ഏറ്റവും നല്ല പറങ്ക് മാവ്, പിന്നെ കപ്പ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലും ചെയ്യുന്നുണ്ട്. അത് പശുക്കൾ, ആട് എല്ലാം വളർത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്കുള്ള പാലുകളെല്ലാം നമ്മുടെ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്നത്, നമ്മുടെ ഫാമിൽ നിന്നാണ്. ഈ ഇവിടുത്തെ വെജിറ്റബിളെല്ലാം നമ്മുടെ ഫാമിൽ നിന്നാണ്, മാനൊന്നുമില്ല. അതെല്ലാം ഫ്രഷ് കിട്ടാൻ വേണ്ടി, ലാഭത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി. നേരത്തെ നമ്മൾ കേരളത്തിൻ്റെ കാര്യം ചോദിച്ചാൽ അതിൽ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കും. അതായത് ഈ കേരളത്തിൻ്റെ എല്ലാം എപ്പോഴും ഉള്ളൊരു കൾച്ചർ, മേ ബി നമ്മുടെ ഒരു പൊളിറ്റിക്സ് കൊണ്ടുകൂടെ ആയിരിക്കും ഈ ബിസിനസ്സുകാരെയും പൊളിറ്റിക്സുമായിട്ട് ഇങ്ങനെ ചേരാതെ പോവുകയായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ടത് മാറിയിട്ടുണ്ട്, കുറച്ചുകൂടെ അടുപ്പം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? കാരണം വെച്ചാൽ ഈ ഗൾഫിലുള്ള ആൾക്കാരും ഇവിടെയുള്ള പൊളിറ്റീഷ്യനും ഗൾഫിൽ പോയി ആ മാറ്റം കണ്ടു. ഇവിടെയൊക്കെ ഫാമിലീസ് ഗൾഫിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈ മരത്തിന് മെയിൻ കാരണം അതിനി മാറത്തുള്ളൂ, ഇനി പഴയ പോലെ വരികയില്ല. അതൊരു നല്ല ട്രെൻഡ് അല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. അത് വലിയ മാറ്റം ഉണ്ടാകും. എന്നുവെച്ചാൽ ഈ കേരളത്തിലും പ്രകൃതി സൗന്ദര്യമായ സ്ഥലം ഇല്ല. അപ്പോൾ കൂടുതൽ ഫാക്ടറീസും ബിസിനസ്സും റോഡ്സും ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഇവിടെ എത്തും. കേരളത്തിൽ കഴിഞ്ഞ 70 വർഷം നോക്കുമ്പോൾ ഒരു പകുതിയോളം കാലം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്.
ജയിക്കുമായിരുന്നു. ഇപ്പം ഒരുപക്ഷെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ട്രേഡ് യൂണിയൻസ് എല്ലാം കൊണ്ട് ഈ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ മുതലാളിമാരെയൊക്കെ മാറ്റി നിർത്തണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു ഈ ഒരു വിഭാഗത്തിൻ്റെ. അതിപ്പോൾ ഒരു 10-20 വർഷം കൊണ്ട് അതിങ്ങനെ മാറി അവരെ കൂടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം എന്നൊരു തോന്നൽ വരുന്നുണ്ട്. ഞാൻ ദുബായ്ക്കാരനാണ്. അത് അവരുടെ പൊളിറ്റീഷ്യനിൽ വേണ്ടി പറയേണ്ടത് അല്ലേ. സാറിന് പക്ഷേ ഇവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, എല്ലാവരുമായിട്ടും. ഉമ്മൻചാണ്ടി സാറാണെങ്കിലും പിണറായി വിജയൻ ആണെങ്കിലും പ്രൈം മിനിസ്റ്റർ മോദി ആണെങ്കിലും ബന്ധം വേണ്ട. നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഇന്നൊന്നും രാഷ്ട്രീയത്തിൽ നിന്നൊന്നും നേടിയിട്ടില്ല. നേരെ മറിച്ച് നാടിൻ്റെ ആവശ്യങ്ങൾക്ക് എല്ലാ ഗൾഫും ഒരുപാട് സഹായിക്കുന്നുണ്ട്. ആ ബന്ധമുള്ളത് നമുക്ക് ഇവിടുന്ന് ഒന്നും നേടാനില്ല.